ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് ഈ വീക്കിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവേയിലെ മെയിൻ 4 ടോപ്പിക്സുകളാണ്. ഫണ്ടമെന്റൽസ് ഓഫ് സർവേ, ചെയിൻ ആൻഡ് ടേപ്പ്, കോമ്പസ് സർവേ ആൻഡ് 4ാമത്തെ ടോപ്പിക് ഏതാണ്? പ്ലെയിൻ ടേബിൾ ആണ്. ഓൾറെഡി ഫണ്ടമെന്റൽസിലെയും ചെയിൻ ആൻഡ് ടേപ്പിലെയും ചില്ലറ പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാം അറിയാം. ഈ ഒരു സെഷനിൽ കോമ്പസ് സർവേയിലെ ഏറ്റവും അടിസ്ഥാനപരമായ പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് കോമ്പസ് സർവേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം നമുക്ക്. എന്താണ് കോമ്പസ് സർവേ? കോമ്പസ് സർവേ ഈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഹൊറിസോണ്ടൽ ആംഗിൾ ആണ്, വെർട്ടിക്കൽ ആംഗിൾ അല്ല. വെറും ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് കോമ്പസ് സർവേ. ഇങ്ങനെ നിങ്ങൾക്കൊരു ആംഗിൾ അല്ലെ, ആംഗിളിന്റെ വേറെ പേരെന്തൊക്കെയാണ് നോക്കിയേ. ആദ്യം ആംഗിൾ എന്ന് പറയുന്ന സാധനത്തിനെ നമ്മൾ ഡയറക്ഷൻ എന്നും പറയാറുണ്ട്. കോമ്പസ് സർവേയിലെ ഒരു പ്രത്യേക ടെർമിനോളജിയാണ് ആംഗിൾ ഈസ് ഓൾസോ ടേംഡ് ആസ് ബിയറിംഗ്. സോ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, ആംഗിൾ എന്ന് പറഞ്ഞാൽ, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ, ബിയറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ സാധനമാണ്, ഒരേ അർത്ഥതലങ്ങളിൽ നിൽക്കുന്ന ആ വാക്കുകളാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ലൈനിന്റെ അല്ലെങ്കിൽ ഏതൊരു ലൈനിന്റെയും ആംഗിൾ മെഷർ ചെയ്യണമെങ്കിൽ ഒരു റെഫറൻസ് പോയിന്റ് വേണം, അല്ലെങ്കിൽ ഒരു റെഫറൻസ് ലൈൻ വേണം. അതായത് ലെറ്റ്സ് സേ നമുക്ക് എ ബി എന്ന് പറയുന്ന ലൈൻ ഇത്തരത്തിൽ അവൈലബിൾ ആണ്. ഇതാണ് ലൈൻ എ ബി. ഈ പറയുന്ന ലൈൻ എ ബിയുടെ ആംഗിള് നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് മെഷർ ചെയ്യുക? യു ക്യാൻ ഐദർ മെഷർ ഇറ്റ് ബേസ്ഡ് ഓൺ ദ ഹൊറിസോണ്ടൽ ഓർ യു ക്യാൻ മെഷർ ഇറ്റ് ബേസ്ഡ് ഓൺ ദ വെർട്ടിക്കൽ ആണ്. ബട്ട് നമ്മുടെ ഈ പറയുന്ന നാട്ടില് എല്ലാ സ്ഥലങ്ങളിലും ഇതേ ഹൊറിസോണ്ടൽ ലൈൻ അവൈലബിൾ ആകണം, ഇതേ വെർട്ടിക്കൽ ലൈൻ അവൈലബിൾ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ യൂണിവേഴ്സൽ റെഫറൻസ് ലൈൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ സ്ഥലത്തും ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും ഒരേപോലെ കിട്ടാത്തത് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് മറ്റൊരു റെഫറൻസ് ലൈൻ ആണ്. അതായത് വി വിൽ ബി കൺസിഡറിങ് സം അതർ റെഫറൻസ് ലൈൻ. ഇതിനെ നമുക്ക് എന്ത് പറയാം? റെഫറൻസ് ലൈൻ ആണ്. ഈ പറയുന്ന റെഫറൻസ് ലൈനിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ എല്ലാ ലൈൻസിന്റെയും ആംഗിൾ മെഷർ ചെയ്യാൻ പോകുന്നത്. നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കുന്ന പോയിന്റ്, നമ്മൾ ഈ പറയുന്ന കോമ്പസ് സർവേയിൽ ഫോളോ ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ റെഫറൻസ് ലൈൻ തുടങ്ങണം, എന്നിട്ട് നമുക്ക് ആവശ്യമായ ലൈനിലേക്ക് ആംഗിൾ മാർക്ക് ചെയ്ത് അവിടെ ഏരോ മാർക്ക് ചെയ്യണം, ഏരോ മാർക്ക് ചെയ്യണം, ഏരോ മാർക്ക് ചെയ്യണം, ഏരോ മാർക്ക് ചെയ്യണം. 1 വട്ടം 2 വട്ടം 3 വട്ടം ലേലം ഉറപ്പിച്ചു, ഇല്ലാതെ യാതൊരു രക്ഷ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഏരോ നമ്മൾ മാർക്ക് ചെയ്തിരിക്കണം. ഇത്തരത്തിൽ ഏതൊരു ലൈനിന്റെയും ആംഗിൾ, ബിയറിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ പരിപാടിയാണെന്ത്? കോമ്പസ് സർവേ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഏതൊരു ലൈനിന്റെയും ആംഗിൾ മെഷർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ റെഫറൻസ് ലൈൻ ആണ്. ആ റെഫറൻസ് ലൈനിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേം എന്താണ്? ഇറ്റ് ഈസ് ടേംഡ് ആസ് മെറീഡിയൻ എന്നാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറീഡിയൻ. സോ ഒന്നുമില്ല, നാട്ടിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന റെഫറൻസ് ലൈനിനെ ബേസ്ഡ് ഓൺ വിച്ച് ബിയറിംഗ് ഓഫ് എ ലൈൻ ഈസ് മെഷേർഡ്, അതിനെയാണ് നമ്മൾ മെറീഡിയൻ എന്ന് പറയുന്നത്. നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷനും അത് തന്നെയാണ്. നോക്കിയാൽ ബേസിക് ടെർമിനോളജിയിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്ന ടേം ഏതായിരുന്നു? ബിയറിംഗ് എന്ന് പറയുന്ന ടേം ആണ്. ബിയറിംഗ് ഈസ് നത്തിങ് ബട്ട് ദ ആംഗിൾ ആണ്. അടുത്തതായി നമ്മൾ അറിയേണ്ട ടേം ആണ് മെറീഡിയൻ എന്ന് പറയുന്നത്. എന്താന്ന് ചോദിച്ചാൽ ഡൗട്ട് ഉണ്ടാവരുത്, ഇറ്റ് ഈസ് ദ റെഫറൻസ് ലൈൻ അബൌട്ട് വിച്ച് ബിയറിംഗ് ഓഫ് എനി ലൈൻ ഈസ് മെഷേർഡ്. ഇറ്റ് ഈസ് ദ റെഫറൻസ് ലൈൻ ആണ്. നമ്മുടെ നാട്ടിൽ 2 രീതിയിലുള്ള മെറീഡിയൻ ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ട്രൂ മെറീഡിയൻ. ഫസ്റ്റ് വൺ ഈസ് ട്രൂ മെറീഡിയൻ ആണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മാഗ്നറ്റിക് മെറീഡിയൻ ആണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ടോപ്പിക് മൊത്തം നമ്മുടെ കയ്യിലുണ്ടാവും. ഇവിടെ വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, ദാറ്റ് ഇൻക്ലൂഡ്സ് തിയററ്റിക്കൽ ആൻഡ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, നമ്മുടെ കയ്യിലുണ്ടാവും, വേറെ എവിടെയും പോകില്ല. എന്താണ് ട്രൂ മെറീഡിയൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം, ഇറ്റ് ഈസ് ദ ലൈൻ കണക്ടിങ് ട്രൂ പോൾസ് ആണ് ഓഫ് എർത്ത് ആണ്. എർത്തിന്റെ ട്രൂ പോൾസ് ജോയിൻ ചെയ്യുന്ന ലൈൻ അല്ലെങ്കിൽ കർവിനെയാണ് ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ട്രൂ പോൾസ് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ട്രൂ നോർത്ത് ഓർ ട്രൂ സൗത്ത് ആണ്. നിങ്ങൾക്ക് വേണ്ടി വരച്ച് കാണിക്കുന്നു. അതായത് ലെറ്റ്സ് സേ ഈ പറയുന്നതാണ് നമ്മുടെ എർത്ത്. തീർച്ചയായിട്ടും എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് അബൌട്ട് ആൻ ആക്സിസ് ആണ്, അല്ലെ? അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് ആണ്, വിച്ച് ഈസ് പ്രസന്റ് അറ്റ് സർട്ടൺ ഇൻക്ലിനേഷൻ. ലെറ്റ്സ് സേ ഈ പറയുന്ന ഇൻക്ലിനേഷനിൽ നമുക്ക് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വ്യക്തമായിട്ട് ഈ പറയുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്തും
ഈ പറയുന്ന എർത്ത് സർഫസും തമ്മിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റുകൾ ഉണ്ട് അല്ലെ. ഈ പറയുന്ന എർത്ത് സർഫസും ഈ കാണിച്ചിരിക്കുന്ന എർത്ത് സർഫസും ആക്സിസ് ഓഫ് എർത്ത് റൊട്ടേഷനും ഇന്റർസെക്ട് ചെയ്യുന്ന 2 പോയിന്റുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രൂ നോർത്ത് എന്ന് പറയുന്നത്. ഈ സാധനമാണെന്ത്, ട്രൂ സൗത്ത് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദീസ് ആർ ദ ട്രൂ നോർത്ത് ആൻഡ് ട്രൂ സൗത്ത് പോയിന്റ്. It is the intersection point of earth surface and the axis of rotation of earth ആണ്. അങ്ങനെ തന്നെ പറയണം. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് വരെ ഈ പറയുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് എർത്ത് മാറിയിട്ടില്ല, ഇനിയിട്ട് മാറാനും പോകുന്നില്ല. ഓക്കെ അല്ലെ? അതുകൊണ്ട് തന്നെ ഈ വരച്ചിരിക്കുന്ന ലൈൻ ഒരിക്കലും മാറില്ല. അതായത് ട്രൂ മെറിഡിയൻ, ഞാൻ TM എന്ന് എഴുതുകയാണ്, നെവർ ചേഞ്ചസ്, ഒരിക്കലും മാറാത്ത, ഒരിക്കലും മാറാൻ ഇടയില്ലാത്ത ഒരു മെറീഡിയൻ ഏതാ എന്ന് ചോദിച്ചാൽ അത് ട്രൂ മെറീഡിയൻ ആണ്. അത് ട്രൂ മെറീഡിയൻ ആണ്. ക്ലിയർ അല്ലേ? പോയിന്റുകൾ നിങ്ങൾക്ക് വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ട്രൂ പോൾസ് ആർ ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് എർത്ത് സർഫസ് ആൻഡ് ആക്സിസ് ഓഫ് എർത്ത് ആണ്. ദ ബിയറിംഗ് മെഷേർഡ് വിത്ത് ട്രൂ മെറീഡിയൻ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത്. യെസ്, ട്രൂ മെറീഡിയൻ നെവർ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം, ഹെൻസ് ട്രൂ ബിയറിംഗ് ഓൾസോ നെവർ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. ഒരിക്കലും മാറാതെ നിലനിൽക്കുന്ന മെറീഡിയൻ അല്ലെങ്കിൽ ബിയറിംഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം ഇറ്റ് ഈസ് ട്രൂ ബിയറിംഗ് ആണ്. ബിക്കോസ് എന്ത് മാറൂല, എന്താണ് മാറാത്തത്, ട്രൂ മെറീഡിയൻ ഒരിക്കലും മാറൂല. ക്ലിയർ അല്ലേ? പോയിന്റ് ഓക്കെ അല്ലേ? യെസ്, ഒന്ന് ട്രൂ മെറീഡിയൻ ആണ്. രണ്ടാമത്തെ സാധനമാണ് എന്ത്, മാഗ്നറ്റിക് മെറീഡിയൻ ആണ്. തീർച്ചയായിട്ടും മാഗ്നറ്റിക് മെറീഡിയൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയേണ്ടി വരും. ഇറ്റ് ഈസ് എ ലൈൻ ഓർ കർവ് ജോയിനിങ്, ഏതാണ്, ഇറ്റ് ഈസ് എ ലൈൻ ഓർ കർവ് ജോയിനിങ് മാഗ്നറ്റിക് പോൾസ് ഓഫ് എർത്ത് ആണ്. മാഗ്നറ്റിക് പോൾസ് ഓഫ് എർത്ത് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എർത്തിന് എന്തുകൊണ്ട് മാഗ്നറ്റിസം ഉണ്ടാവുന്നു. അങ്ങനെ എർത്തിന് മാഗ്നറ്റിസം ഉണ്ടാവുന്നതുകൊണ്ടാണ് അവിടെ ഒരു നോർത്ത് സൗത്ത്, ഏത് നോർത്ത് സൗത്ത്, മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള മാഗ്നറ്റിക് നോർത്തും മാഗ്നറ്റിക് സൗത്തും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റിയാൽ അതിന് നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയും. നോക്കിയാൽ എർത്തിന്റെ കോറിൽ മോൾട്ടൺ സ്റ്റേറ്റിൽ ലാവ കാണപ്പെടുന്നു, വിച്ച് ഈസ് ഹൈലി എന്താണ്, റൊട്ടേറ്റിംഗ് ആണ് അല്ലെ. മോൾട്ടൺ സ്റ്റേറ്റിൽ ലാവ കാണപ്പെടുന്നു. ആൻഡ് ഈ പറയുന്ന എർത്ത് എന്താണ്, അതിന്റെ ഇറ്റ്സ് ഓൺ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സണ്ണിനെയും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന റൊട്ടേഷൻ കാരണം ഈ പറയുന്ന മോൾട്ടൺ സ്റ്റേറ്റിലെ ലാവ പല സമയങ്ങളിൽ പല ഓറിയന്റേഷനിലാണ് കാണപ്പെടുന്നത്. പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം, ഇന്ന് കാണുന്ന ഓറിയന്റേഷൻ ആയിരിക്കില്ല ഇനി ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഓറിയന്റേഷൻ. അതായത് ടൈം ടു ടൈം എർത്തിന്റെ മാഗ്നറ്റിസം മാറിക്കൊണ്ടിരിക്കും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ മാഗ്നറ്റിക് നോർത്ത് ഇവിടെയാന്ന് വെച്ചോ. ഇന്ന് നമ്മുടെ മാഗ്നറ്റിക് നോർത്ത് ലെറ്റ്സ് സേ ഈ ഒരു ഭാഗത്താണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒന്നുണ്ടാവുക, മാഗ്നറ്റിക് സൗത്ത് ഉണ്ടാവുക. ഇത് ലെറ്റ്സ് സേ ഇന്നാണ്, ഏതാ കൊല്ലം, 2024 ആണ്. ഓക്കെ, 2024. ഒരു 50 കൊല്ലം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? യെസ്, എർത്ത് ഈസ് കീപ്പ് ഓൺ റൊട്ടേറ്റിംഗ്. അതിന്റെ മോൾട്ടൺ സ്റ്റേറ്റ് ഓഫ് ലാവയുടെ ഓറിയന്റേഷനും മാറും. ആ കാരണം കൊണ്ട് തന്നെ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന മാഗ്നറ്റിക് നോർത്ത് ചിലപ്പോൾ കുറച്ച് ഇങ്ങോട്ട് മാറിയേക്കാം. അതായത് നിങ്ങൾ ആ ചേഞ്ച് കണ്ടോ? യെസ്, നേരത്തെ ഇത്തരത്തിൽ ഇൻക്ലൈൻഡ് ആയിരുന്നു, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻക്ലൈൻഡ് ആയിരുന്നു മാഗ്നറ്റിക് മെറീഡിയൻ എങ്കിൽ ഇപ്പം റൈറ്റ് സൈഡിലോട്ട് ഇൻക്ലൈൻഡ് ആണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും, ഈ പറയുന്ന മാഗ്നറ്റിക് മെറീഡിയൻ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. ആ പോയിന്റ് എഴുതുകയാണ്, ബിക്കോസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് MM, which is nothing but magnetic meridian. It changes from time to time. It changes from time to time. ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്ന റെഫറൻസ് ലൈനിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ മെഷർ ചെയ്യുന്ന മാഗ്നറ്റിക് ബിയറിംഗ് അതിനും എന്ത് സംഭവിക്കും? ഇറ്റ് ഓൾസോ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. നോക്കിയേ, 2 ടൈപ്പ് മെറിഡിയൻ ആയിരുന്നു. ആദ്യത്തേത് ട്രൂ മെറിഡിയൻ, രണ്ടാമത്തേത് മാഗ്നറ്റിക് മെറിഡിയൻ. ട്രൂ മെറിഡിയൻ ഉറപ്പാണ്, ഒരിക്കലും മാറാൻ പോകുന്നില്ല. മാഗ്നറ്റിക് മെറിഡിയൻ നമ്മൾ നോക്കിയപ്പോൾ അതിന് മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. മാഗ്നറ്റിക് മെറിഡിയൻ ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം ആണ്. നമ്മൾ കമ്പൈൻ ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ യെസ്, ട്രൂ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ
നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് വരയ്ക്കാൻ ശ്രമിക്കുകയാണ് രണ്ട് സിറ്റുവേഷൻ ആയിട്ട്. ഇതാണ് സിറ്റുവേഷൻ 1, ദിസ് ഈസ് സിറ്റുവേഷൻ 2. യെസ്, യെല്ലോ കളറിൽ നമുക്ക് എന്ത് വരയ്ക്കാം? ലെറ്റ്സ് ഡ്രോ ട്രൂ മെറിഡിയൻ. എന്താണ് ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ? യെസ്, വാട്ട് ഈസ് ട്രൂ മെറിഡിയൻ? നോക്കിയാൽ ഈ കാണിച്ചിരിക്കുന്ന ഈ ലൈനാണ് നമുക്ക് എന്ത് പറയാം? വെയിറ്റ്. ഈ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ ലെറ്റ്സ് സേ എന്താണ്? ആക്സിസ് ഓഫ് എർത്ത് റൊട്ടേഷൻ ആണ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ട്രൂ മെറിഡിയൻ. ഓക്കെ, അതാണ് ട്രൂ നോർത്ത്, ഇതാണ് ട്രൂ സൗത്ത്. ചിലപ്പം ഇന്ന് ഇതിന്റെ കുറച്ച് ഇങ്ങോട്ടായിരിക്കാം മാഗ്നറ്റിക് നോർത്ത് കാണപ്പെടുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് കാണപ്പെടും? മാഗ്നറ്റിക് സൗത്ത് കാണപ്പെടും. സോ ഗ്രീൻ കളറിൽ നിങ്ങൾ കാണുന്ന ഈ സാധനത്തെ മാഗ്നറ്റിക് മെറിഡിയൻ എന്നും, യെല്ലോ കളറിൽ നിങ്ങൾ കാണുന്ന ആ സാധനത്തെ നമുക്ക് ട്രൂ മെറിഡിയൻ എന്നും പറയാം. അത് നമ്മൾ രണ്ടാമത്തെ കേസിൽ നോക്കുകയാണ്. ദാറ്റ് ഈസ് കേസ് എ, ഇതാണ് കേസ് ബി. മാറാതെ നിലനിൽക്കുന്ന ഒരേ ഒരു സാധനമേ ഉള്ളൂ, നമ്മൾ അത് ആവർത്തിച്ച് പറഞ്ഞു. ഏതാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ട്രൂ മെറിഡിയൻ. ഈ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ ഒരിക്കലും മാറൂല, യാതൊരു സംശയവുമില്ല. ബട്ട് എന്തിന് മാറ്റം ഉണ്ടാവാം? മാഗ്നറ്റിക് നോർത്ത് മാറിയേക്കാം. നേരത്തെ അപ്പുറത്തായിരുന്നു. ഇത് കുറെ കാലം കഴിയുമ്പോ നോക്കിയാ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ, 10, 50, 150 വർഷങ്ങൾ എടുത്തേക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഈസ് എ ചേഞ്ച്. സോ നമുക്ക് കാണാം ട്രൂ മെറിഡിയൻ കോൺസ്റ്റന്റ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ചേഞ്ചിങ്. ഏതിനാണ് മാറ്റം ചോദിച്ചാൽ മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. നിങ്ങൾ നോക്കിയേ, ഈ പറയുന്ന രണ്ട് ലൈനുകൾ, യെല്ലോ ആൻഡ് ഗ്രീൻ ലൈനുകൾ തമ്മിൽ ഒരു ആംഗിൾ ഡീവിയേഷൻ കണ്ടോ? ഒരു ആംഗുലാർ ഡിഫറൻസ് കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? യെസ്, ആ ആംഗുലാർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ മെറിഡിയൻ ആൻഡ് ദ മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് ടേംഡ് ആസ് ദ വെരി ഫേമസ് ഡിക്ലിനേഷൻ. ഇറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്? ഡിക്ലിനേഷൻ ആണ്. അതിന്റെ നൊട്ടേഷൻ ഡെൽറ്റ എന്നാണ്. നമുക്കറിയാം, നമ്മൾ മൊത്തത്തില് കൊണ്ടു നടക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തില് ഇതാണ് നോർത്ത് എങ്കിൽ ഇതാണ് കറസ്പോണ്ടിങ് സൗത്ത്. ഈ ഭാഗത്തായിട്ട് ഈസ്റ്റ് കാണപ്പെടും, ഈ ഭാഗത്തായിട്ട് വെസ്റ്റ് കാണപ്പെടും, അല്ലെ? സോ ഇവിടെ മാർക്ക് ചെയ്യാം, ഇതാണ് നമ്മുടെ നോർത്ത്. യെസ്, ഇതാണ് നമ്മുടെ സൗത്ത്. ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഈസ്റ്റ് ആണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് വെസ്റ്റ് ആണ്. വ്യത്യാസം നോക്കിയേ, എന്താണ്? നിങ്ങൾ ഈ കാണുന്ന കേസ് എയിൽ ഇതാണ് നോർത്ത്, ട്രൂ നോർത്ത് എങ്കിൽ അതിന്റെ ഏത് സൈഡിലേക്കാണ് മാഗ്നറ്റിക് നോർത്ത് കാണുന്നത്? നൗ ഇറ്റ് ഈസ് ടുവേർഡ്സ് വെസ്റ്റേൺ സൈഡ് ആയതുകൊണ്ട് ഈ വരച്ചിരിക്കുന്ന ഫിഗറിനെ നമ്മൾ തീർച്ചയായിട്ടും വെസ്റ്റേൺ ഡിക്ലിനേഷൻ എന്ന് പറയപ്പെടും. നൗ ദ മാഗ്നറ്റിക് നോർത്ത് or the magnetic meridian is lying towards the west of the true meridian. It is termed as western declination. സ്വാഭാവികമായിട്ടും ഉറപ്പിച്ചു പറയാം, യാതൊരു ഡൗട്ടും ഉണ്ടാവരുത്. ഈ പറയുന്ന ട്രൂ മെറിഡിയന്റെ നോർത്തിനെ അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ മാഗ്നറ്റിക് നോർത്ത് ഈസ് നൗ ടുവേർഡ്സ് ട്രൂ നോർത്തിന്റെ ഈസ്റ്റേൺ സൈഡിലേക്കാണ് മാഗ്നറ്റിക് നോർത്ത് കാണപ്പെടുന്നത്, അല്ലേ? യെസ്, that's why it is termed as, since it is towards eastern side ആണ്, ഈ ഒരു ഫിഗറിനെ അല്ലെങ്കിൽ ആ ഒരു ഡിക്ലിനേഷനെ നിങ്ങൾ എന്ത് പറയേണ്ടി വരും? It is termed as eastern declination. കാര്യം ഓക്കെയല്ലേ? സംഭവം ഓക്കെയല്ലേ? യെസ്. സോ എന്താണിത്? ദാറ്റ് ഈസ് ഡെൽറ്റ വെസ്റ്റ് ആണ്. ഇതെന്താണ്? ഡെൽറ്റ ഈസ്റ്റ് ആണ്. നമുക്ക് പറയാനുണ്ടായിരുന്നത് കോമ്പസ് സർവേയിലെ ചില്ലറ പോയിന്റുകളായിരുന്നു. ഏറ്റവും അടിസ്ഥാനമായ 2 പോയിന്റ് ആണ് ബിയറിംഗ്, അത് തന്നെയാണ് ആംഗിൾ, അതിനെ ചിലപ്പം ഡയറക്ഷൻ എന്നും പറയാറുണ്ട്. ഏതൊരു ലൈനിന്റെയും ബിയറിംഗ് നിങ്ങൾക്ക് മെഷർ ചെയ്യണമെങ്കിൽ ഒരു റെഫറൻസ് ലൈനിന്റെ ആവശ്യമുണ്ട്. അതിനെ നമ്മൾ മെറിഡിയൻ എന്ന് പറയും. 2 ടൈപ്പ് മെറിഡിയൻ ആണ്. ഒന്ന് ട്രൂ മെറിഡിയൻ വിച്ച് നെവർ ചേഞ്ചസ്, രണ്ടാമത്തത് മാഗ്നറ്റിക് മെറിഡിയൻ, ഇറ്റ് ചേഞ്ചസ് ഫ്രം ടൈം ടു ടൈം. റീസൺ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ നോക്കിയപ്പോ മാഗ്നറ്റിക് മെറിഡിയനും ട്രൂ മെറിഡിയനും തമ്മിൽ ഒരു ആംഗുലാർ ഡിഫറൻസ് കാണപ്പെട്ടു. അതിനെ നമ്മൾ ഡിക്ലിനേഷൻ എന്ന് പറഞ്ഞു. അത് ചിലപ്പം വെസ്റ്റേൺ ഡിക്ലിനേഷൻ ആവാം, ചില സന്ദർഭങ്ങളിൽ അത് ഈസ്റ്റേൺ ഡിക്ലിനേഷൻ ആവാം. ക്ലിയർ അല്ലേ? ഇതായിരുന്നു നമ്മുടെ കോമ്പസിൽ. യെസ്, എല്ലാ പോയിന്റുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്, നിങ്ങൾക്കറിയാം കഴിഞ്ഞ വീക്കായിട്ട് നമ്മൾ എല്ലാ മെറ്റീരിയലും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിലെ ചില്ലറ പോയിന്റുകൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. നോക്കിയേ, സൈലം ടെക്നിക്കിന്റെ ഭാഗത്ത് നിന്നും സർവേയറിനും ഓവർസിയറിനും അസിസ്റ്റന്റ് എഞ്ചിനീയറിനും വേണ്ടിയിട്ടുള്ള കോഴ്സസ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഏറ്റവും അഫോർഡബിൾ കോസ്റ്റിലാണ് ഏറ്റവും മികച്ച കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്. യെസ്, കോഴിക്കോട് മാവൂർ റോഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗിന്റെ കംപ്ലീറ്റ് തറോ ആയിട്ടുള്ള കോച്ചിങ് ഓൾറെഡി ലോഞ്ച് ചെയ്തു. ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും അഫോർഡബിൾ കോസ്റ്റിലാണ് മുഴുവൻ കണ്ടന്റും നിങ്ങളിലേക്ക് എത്തുന്നത്.
ഓക്കെ അല്ലെ? സോ ഇന്ന് തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, യെസ് കോഴ്സിൽ കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് ജോയിൻ ചെയ്യുക. നമുക്ക് ഇനി ഒരു ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാണ്ട്, ഏതാണ്? പ്ലെയിൻ ടേബിളിനെ കുറിച്ചാണ്. അത് നമുക്ക് വരാൻ പോകുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.